നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 24 അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. അതുപോലെ നമ്മുടെ എല്ലാ റീഡിങ്സും ടൈംലെസ് ആണ്, ജെൻലെസ് ആണ്, ഏത് സമയത്ത് വേണമെങ്കിലും കാണാവുന്നതാണ്. അതുപോലെ പോസിറ്റീവായി നിങ്ങളുടെ മനസ്സ് ഏറ്റവും നല്ല രീതിയിൽ പ്രാർത്ഥനയോടുകൂടി തന്നെ വേണം ഓരോ റീഡിങ്സുകളും കാണുവാൻ. എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായ എല്ലാ കാര്യങ്ങളെയും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളെയെല്ലാം വിട്ടുകളയുക. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഒരു എംബറസ് കാർഡാണ്. അതായത് വളരെയധികം പോസിറ്റീവായ ഒരു എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. കാരണം നിങ്ങൾക്ക് വളരെ ദുഃഖമുണ്ടെങ്കിൽ, കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ, ആ ഒരു കൺഫ്യൂഷൻ സിറ്റുവേഷൻസിനെയും അതുപോലെ തന്നെ രണ്ട് സാഹചര്യങ്ങളിൽ പെട്ട് നിൽക്കുന്നവരാണെങ്കിൽ അതിനകത്ത് ഏറ്റവും നല്ല ഒരു സാഹചര്യത്തെ കണക്റ്റ് ചെയ്യാനും മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും അതിനെ ബാലൻസിലാക്കാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ മറ്റേതോ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വളരെയധികം വെയിറ്റിംഗ് ആണെന്നാണ് കാണുന്നത്. കാലങ്ങളായിട്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് വളരെ പോസിറ്റീവായി നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടും നിങ്ങൾക്കതിൻ്റെ ആ ഒരു ഫലം അനുഭവിക്കാൻ സാധിക്കുന്നു. ചിലപ്പോൾ ഒരു പ്രഗ്നൻസി മറ്റുമൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായ ഒരു സന്ദേശം, ഒരു ഇത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ടും, അതുപോലെ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത് ലൈഫിനകത്ത് ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ സാമ്പത്തികമായ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ വളരെയധികം ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതൊരു പോസിറ്റീവായ എനർജി, ഒരു റിസൾട്ടാണ് വരാൻ പോകുന്നതെന്നാണ് കാണുന്നത്. നിങ്ങളെ ആരെയാണോ വളരെയധികം പ്രഷ്യസോടുകൂടി വെയിറ്റ് ചെയ്യുന്നത്, അതായത് ഒരു വ്യക്തിയുടെ എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട്, നിങ്ങൾ കാത്തിരിക്കുന്നു, കാലങ്ങളായിട്ട് നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ്, അതെ ആ ഒരു വ്യക്തിയുടെ സാന്നിധ്യത്തിന് വേണ്ടിയെങ്കിൽ. കാരണം നിങ്ങളൊരു മാതൃവാത്സല്യത്തോടു കൂടിയാണ് ആ ഒരു സിറ്റുവേഷൻസിനെ കാണുന്നത്. അത്രത്തോളം പ്രൊട്ടക്ഷനും കെയറിങ്ങും കൊടുത്തിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ഇന്ന് കൊടുക്കുന്നുണ്ടാവാം. ആ ഒരു വ്യക്തിയുടെ സാന്നിധ്യം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. അതൊരു വിവാഹം, ഒത്തുചേരൽ, കുടുംബമാണെങ്കിൽ അതിനെ ഒത്തുചേരൽ, അതായത് വളരെയധികം ഒരു നല്ല രീതിയിൽ ഒരു കൂടിച്ചേരലിൻ്റെ സമയമായിട്ടാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ 3 ഓഫ് കപ്സ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. നേട്ടം, അവസാനം നിങ്ങളുടെ ലൈഫിലേക്ക് നേട്ടങ്ങൾ വന്നു ചേരുന്നു. അതൊരു ആശ്വാസമാകുന്ന രീതിയിൽ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ടൊക്കെ നല്ല രീതിയിൽ ധൈര്യപൂർവ്വം ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ, ശക്തമായ രീതിയിൽ സ്ട്രെങ്തോടുകൂടി തന്നെ നിങ്ങൾ ഏതെങ്കിലും സാഹചര്യങ്ങളെയെല്ലാം അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ആ ഒരു നേട്ടം വന്നു ചേരുന്നു. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ മതിമറന്ന ഒരു സന്തോഷം, ഇമോഷൻ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. നാം പറഞ്ഞതുപോലെ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്നെങ്കിൽ ഒരു പുതിയൊരു സ്വപ്ന ലോകം നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ പറ്റും. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലെ ഒരു സന്തോഷവും സമാധാനവും നിങ്ങളിലേക്ക് വരുന്ന ഒരു ഒത്തുകൂടൽ, ചിലപ്പോൾ എല്ലാവരോടും ചേർന്ന് നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആളുകൾ എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു സന്തോഷം, ഒരു ആഘോഷമൊക്കെ മതിമറന്ന് ആനന്ദോത്സവം പോലെ ആഘോഷിക്കാൻ പറ്റുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ വളരെയധികം ശക്തമായി തന്നെ നിങ്ങളെ പല പ്രതിസന്ധികളും നിങ്ങളുടെ ലൈഫിലുണ്ട്, പല സാഹചര്യങ്ങളും പല ഓപ്പർച്യൂണിറ്റീസും നിങ്ങളിലേക്ക് വന്നിട്ട് പോലും നിങ്ങൾ ഏതോ ഒരു കാര്യത്തെ മാത്രം ഹോൾഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റൊരു ലോകം നിങ്ങൾക്ക് വേണ്ട എന്നാണ് കാണുന്നത്. അതുപോലെ ആ ഒരു സിറ്റുവേഷൻസിന് വേണ്ടി നിങ്ങൾ നല്ല രീതിയിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥന, പ്രെയർ ഒക്കെ കാര്യങ്ങളിലും നിങ്ങൾ നല്ല പോലെ പ്രവർത്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ ഹോൾഡ് ചെയ്യുന്ന, നിങ്ങളുടെ മനസ്സിൽ ചേർത്ത് വെച്ചിരിക്കുന്ന സാഹചര്യത്തിന് മാനിഫെസ്റ്റേഷൻസൊക്കെ നിങ്ങൾക്ക് വളരെയധികം വർക്കൗട്ട് ആവുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളിലൊരു ബന്ധനമുണ്ട്, ഒരു ബ്ലോക്കേജാണ് നിങ്ങൾക്ക് ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരാതെ നിൽക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അതിനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. നിങ്ങൾക്കൊരു ബ്ലോക്കേജ് ഉണ്ട്. നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സിറ്റുവേഷൻസിനെ മറികടക്കേണ്ടതിനെക്കുറിച്ചും നിങ്ങൾക്ക് യാതൊരു ഐഡിയയും കിട്ടുന്നില്ല. നിങ്ങൾ അറിയുന്നതേ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നിങ്ങളുടെ ലൈഫിലെ ഒരു ബ്ലോക്കേജ് ഒന്നെങ്കിൽ മറ്റാരെങ്കിലും ചേർന്ന് നിങ്ങളുടെ ആ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തെ നിങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നതാവാം. അതല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് വരാനുള്ള തടസ്സം നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നതായിട്ടാവാം. കാരണം അത്രത്തോളം നിങ്ങൾ അതിൽ തന്നെ കോൺസെൻട്രേഷൻ ചെയ്യുന്നു, അഡിക്ഷനായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. വേറെ മുന്നിലുള്ള മറ്റ് തടസ്സങ്ങളും ഒന്നും നിങ്ങൾ കാണുന്നുമില്ല. എന്നാൽ ആ സാഹചര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. പക്ഷേ ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു സമയമാണ് ഇതിപ്പം. നിങ്ങളിലേക്ക് വേണ്ട ആ ഒരു കാര്യത്തിന് വേണ്ടി നല്ലൊരു ആക്ഷൻ എടുക്കേണ്ട സമയമായിട്ടാണ് കാണുന്നത്. കാരണം ഒരു വ്യക്തിയുടെ ഒരു ഇമോഷനെയാണ് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്നത്. ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്നത്. ഒരു വ്യക്തിയെയാണ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നതും. നിങ്ങൾ ആ ഒരു വ്യക്തിയോടൊത്തുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതായിട്ടും കാണുന്നത്. കാരണം 4 of Wands ആണ് വന്നിരിക്കുന്നത്. ഒരു കുടുംബം, ജീവിതം, സന്തോഷം ഒക്കെ നിങ്ങൾ വളരെ ആഴത്തിൽ ആഗ്രഹിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ കാലം അനുകൂലമാകണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാലം അനുകൂലമാകണം. ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവണമെങ്കിൽ എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ ഒരു സിറ്റുവേഷൻസ് ഓക്കെ ആയാൽ നമ്മളുടെ ആ ഒരു ബന്ധനം അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക് എനർജി നിങ്ങളുടെ ജീവിതത്തിൽ നിൽപ്പുണ്ട്. മറ്റേതോ ഒരു വ്യക്തികളാലോ സാഹചര്യങ്ങളാലോ നിങ്ങളുടെ സമയത്താലോ ഏതാണെന്നുള്ളത് നമ്മൾ വ്യക്തമായ റീഡിങ്സിലൂടെയാണ് അറിയേണ്ടത്. ആ ഒരു സാഹചര്യത്തിലൂടെ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പറ്റാത്ത വിധം ആ ഒരു ബ്ലോക്കേജ് മാറി നിങ്ങൾക്ക് ഒന്നിച്ച് ചേരണമെങ്കിൽ, ഒരു കുടുംബം, ഒരു ജീവിതം, സന്തോഷം നിങ്ങൾക്ക് വേണമെങ്കിൽ സമയം ഒന്നെങ്കിൽ അനുകൂലമാകുക തന്നെ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വെയിറ്റിംഗ് ചെയ്യുക. ആ വെയിറ്റിംഗ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലെ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടു കഴിയുമ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ട്രാവലിംഗ് ആണ്, നിങ്ങൾക്കൊരു പുതിയൊരു യാത്രയാണ് കാണിക്കുന്നത്. ഒരുമിച്ച് മതിമറന്ന സന്തോഷത്തോടു കൂടി ഒരു മുൻപോട്ടുള്ള ഒരു ജീവിത യാത്ര നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ട് ഉണ്ടെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പേജ് ഓഫ് കപ്സ് ആണ്. പാസ്റ്റിലെ ചില ഓർമ്മകളിൽ മാത്രം നിങ്ങളിപ്പോൾ കുടുങ്ങി നിൽക്കുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ ആ വ്യക്തിയുമായിട്ട് യാതൊരുവിധ കോണ്ടാക്റ്റും ഈ ഒരു സമയങ്ങളിൽ ഇല്ലായിരിക്കാം. പാസ്റ്റിലെ ചില ഓർമ്മകൾ മാത്രമാണ് നിങ്ങൾക്ക് ഇമോഷണലി ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്നുള്ളൂ എന്നാണ് കാണുന്നത്. കാരണം നിങ്ങൾക്ക് മുമ്പിൽ 2 സിറ്റുവേഷൻസ് ഉണ്ട്. ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയതും ഒന്ന് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വെറുതെ ക്യാരി ചെയ്യുന്നു, ആവശ്യമില്ലാതെ ചുമന്നുകൊണ്ടു പോകുന്നതുമായ 2 സിറ്റുവേഷൻസാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത്. അതിൻ്റെ ഇടയിൽ നിങ്ങൾ സ്റ്റക്കഡാണ്. ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് യാതൊരു രീതിയിലെ പോസിറ്റീവായ എനർജികളും നൽകുന്നില്ല. വളരെയധികം ആൻസൈറ്റിയും ഡിപ്രഷനും ഒക്കെ ഉള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയും രാത്രികളിൽ ഉറക്കം നഷ്ടപ്പെട്ട പോലെ ആ ഒരു നെഗറ്റീവായ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഒരുപാട് ബർഡൻ വെച്ച് നൽകുന്നതായിട്ടാണ് കാണുന്നത്. ഭയത്തെ കാണിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഹൃദയവേദനയോടുകൂടി കരയുന്ന സിറ്റുവേഷൻസ്, ഉറങ്ങാൻ പറ്റാതെ നിങ്ങൾ വളരെയധികം ഡിപ്രഷൻ അടിക്കുന്ന ഒരു സിറ്റുവേഷൻസിനെയാണ് കാണുന്നത്. ഈ വ്യക്തിയുടെ ഈ ഒരു പേഴ്സൻ്റെ ഓർമ്മകൾ മാത്രമാണ് നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ്സോ സന്തോഷമോ ഒരു പുതിയ ഒരു ഉണർവോ ലഭിക്കുന്നുള്ളൂ എന്നാണ് കാണുന്നത്. ദ ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ നല്ലപോലെ ഗൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് അറിയുകയും ചെയ്യാം. ശരിയും തെറ്റും നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം ആ ഒരു 2 സിറ്റുവേഷൻസിൽ ഒന്ന് നിങ്ങൾക്ക് യാതൊരുവിധ ആവശ്യവുമില്ലാതെ നിങ്ങൾ
വെറും ഒരു പെയിൻ ക്യാരി ചെയ്യുന്നു, പെയിൻ അത് ഇങ്ങനെ ബർഡൻ ചുമന്നുകൊണ്ട് പോകുന്നു എന്നതും നിങ്ങൾക്ക് യഥാർത്ഥമായ ഒരു കണക്ഷൻസ്, സോൾ കണക്ഷൻസ് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടതെന്നും നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത്. വളരെയധികം നോളജുള്ള 4 പേരിൽ അറിവ് പകർന്നു കൊടുക്കാൻ കഴിയുന്ന വ്യക്തിത്വങ്ങൾ ആണ് നിങ്ങൾ. പക്ഷേ നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ആവശ്യമില്ലാത്ത നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്നർ ഗൈഡൻസിനെ നിങ്ങൾ ഒരിക്കലും മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു സമയമാണ്, ഒരു മെൻ്റൽ ക്ലാരിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതായിട്ടും ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ നിങ്ങൾക്ക് ചെയ്യാനും പ്രവർത്തിക്കാനും പറ്റുന്നതായിട്ടും ദ സൺറൈസിംഗ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. നല്ലൊരു തിരിച്ചറിവ് വരികയും ബുദ്ധിപൂർവ്വം നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ഒരു കാര്യങ്ങളെ ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കാനും ചേർത്ത് പിടിക്കേണ്ടതിനെ ചേർത്ത് പിടിക്കാനും സാധിക്കുന്നതായൊരു സിറ്റുവേഷൻസിലേക്ക് പോകുന്നതായിട്ടുമാണ് കാണുന്നത്. വളരെ ഇമോഷൻസാണ്, ഒരു സെലിബ്രേഷനും ഹാപ്പിനെസ്സൊക്കെയാണ് ഉടനെ തന്നെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. പാസ്റ്റിലെ ആ ഒരു ട്രോമ എല്ലാം നിങ്ങളിൽ നിന്നും അവസാനിക്കുന്നു, ഹീലായി തീരുന്നതായിട്ടാണ് കാണുന്നത്. നല്ലൊരു ആറ്റിറ്റ്യൂഡോട് കൂടിയും നല്ലൊരു എനർജിയോട് കൂടിയും തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടും, അതുകൂടാതെ തന്നെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ സാഹചര്യങ്ങളെയും നിങ്ങൾ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ടുമാണ് കാണുന്നത്. ഇനി നിങ്ങൾക്ക് അതിനുള്ളൊരു പവർ ഉണ്ടാകുന്നു, സക്സസ് ഉണ്ടാകുന്നു. അപ്പോൾ ഇമോഷണലിയും ഫിനാൻഷ്യലിയും നിങ്ങൾ നല്ലൊരു സ്റ്റെബിലിറ്റിയിലേക്ക് എത്തിച്ചേരുന്നതായിട്ടാണ് കാണുന്നത്. ഹൈറോഫൻ്റ് ആണ്. മറ്റുള്ളവർക്ക് നല്ലൊരു ഗൈഡൻസ് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളെ കണ്ട് മറ്റുള്ളവർ പഠിക്കുക എന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് എത്താനും പോകുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു റിയൂണിയൻ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. അതായത് നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയോടൊത്തൊരു ഒന്നിച്ചൊരു ജീവിതം നിങ്ങൾക്ക് ഉടനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, എന്താണോ നിങ്ങളുടെ ലൈഫിലേക്ക് വേണമെന്ന് ചിന്തിച്ചത്, അത് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. ഏറ്റവും പവർഫുള്ളായിട്ട് പ്രഷ്യസ് ആയിട്ട് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിനെ അനുഭവിക്കാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരുപാട് സ്കോപ്പ്, ഒരുപാട് പ്രതീക്ഷ നിങ്ങൾക്ക് നൽകുന്നു. അതുപോലെ സത്യസന്ധമായ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കുറേ കാര്യങ്ങൾ പകർന്നു കൊടുക്കാനും പറ്റുന്ന ഒരു ഇൻസ്പിറേഷനോട് കൂടി തന്നെ നിങ്ങൾക്ക് പല സാഹചര്യങ്ങളെയും അതിജീവിച്ച് നിൽക്കാനും പറ്റും എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദ വേൾഡ് കാർഡാണ് കാണുന്നത്. ഒരു ദൂരയാത്രയുണ്ടാവാം, അതല്ലെങ്കിൽ ഒരു കാർമിക് സിറ്റുവേഷൻസ്, നിങ്ങൾ ഒരുപാട് പെയിൻഫുള്ളായ കുറേ സിറ്റുവേഷൻസ് അവസാനിക്കുന്നു. ആവശ്യമില്ലാതെ ആരുടെയൊക്കെ കൺട്രോളിങ് പവറിലായിരുന്നു നിങ്ങൾ നിന്നിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിൽ, ആ ഒരു കാർമിക്കായ സിറ്റുവേഷൻസിൽ നിന്നും ഒരു ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്നു. അതായത് ഇതിനകത്ത് ഒറ്റപ്പെട്ടു പോയ, അതായത് ഹസ്ബൻഡ് ആണെങ്കിലും ഒരു പാർട്ട്ണർ ഇല്ലാത്ത വ്യക്തികളുടെ ഒരു സാന്നിധ്യം വളരെയധികം കയറി വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നല്ലൊരു ജഡ്ജ്മെൻറ്റ് കിട്ടുന്നു. നിങ്ങളൊരു കാർമിക്, ഒരു വേദനാജനകമായ ഒരു സിറ്റുവേഷൻസിലൂടെ മറ്റുള്ളവരുടെ കൺട്രോളിലൂടെയും നിങ്ങൾക്കൊരു വോയിസ് ഇല്ലാതെ, നിങ്ങൾക്ക് ഒരിടത്തും ഒന്ന് സംസാരിക്കാനോ നിങ്ങളുടെ ആവശ്യങ്ങൾ പറയാനോ പറ്റാത്ത സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു മാറ്റം വരുന്നു, നിങ്ങൾക്കൊരു സക്സസ്സും വിജയവും വരുന്നുണ്ട്. കൂടാതെ തന്നെ മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സഹായിക്കാനും ഒക്കെ പറ്റുന്ന ഒരു നിമിഷങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു. ക്യൂൻ ഓഫ് സോഴ്സാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടേതായ ഒരു പവർ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ മുൻകൂട്ടി തന്നെ കാര്യങ്ങളെ മനസ്സിലാക്കാനും ബാലൻസിൽ വരാൻ, അതായത് പാസ്റ്റിലെ പല പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്ക് ബാലൻസിൽ കൊണ്ടുപോകാൻ പറ്റും. നിങ്ങളെ തളർത്തി കളഞ്ഞതാവാം, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതാവാം, നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും മെയിനായിട്ടുള്ള ഒരു ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സിറ്റുവേഷൻസും വ്യക്തികളെയും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളെയെല്ലാം ബാലൻസിൽ കൊണ്ടുവരാനും നല്ല സ്ട്രെങ്തോടു കൂടി പവർഫുള്ളായ നല്ലൊരു തീരുമാനമെടുക്കാനും ഭയമില്ലാതെ മുന്നോട്ട് പോകാനും സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പുതിയ തുടക്കം, നിഷ്കളങ്കമായ രീതിയിൽ തന്നെ നല്ലൊരു പുതിയ തുടക്കം, അതായത് യൂണിവേഴ്സിൻ്റെ എല്ലാ പ്രൊട്ടക്ഷനോടും കൂടി നിങ്ങൾക്ക് നല്ലൊരു തുടക്കം വരുന്നതായിട്ടും, പെയിൻഫുള്ളായ ചില സാഹചര്യങ്ങളെ നിങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിച്ച് കളയുന്നതായിട്ടുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയോടൊത്ത് തന്നെ നിങ്ങൾക്കൊരു റിയൂണിയനും ഒരു കുടുംബ ജീവിതവും നയിക്കാൻ പറ്റുന്നതും, അതുപോലെ വളരെയധികം ഇമോഷണലിയും ഫിനാൻഷ്യലിയും ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വരുന്നത്
വരുന്നതായിട്ട് നമുക്കിവിടെ കാണുന്നുണ്ട്. വളരെയധികം ഒരു സൺറൈസിങ് ആണ് നിങ്ങൾക്ക് വരുന്നത്. അതുപോലെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും നിങ്ങളുടെ ആ ഒരു ഇന്നർ വോയിസ് പറയുന്നതനുസരിച്ച് തന്നെ നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ പറ്റുകയും അത് നിങ്ങൾക്ക് ഏത് സാഹചര്യങ്ങളെ മാനേജ് ചെയ്യാൻ സാധിക്കുന്നതായിട്ടുമാണ് നമുക്ക് കിട്ടുന്ന എനർജി. നമുക്ക് യൂണിവേഴ്സൽ ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന റിക്കവറിയാണ്, അതായത് വീണ്ടെടുക്കൽ. നിങ്ങൾ ഏത് അവസ്ഥയിലാണോ നിൽക്കുന്നത് അവിടെ നിന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കാനും നിങ്ങളുടെ സാഹചര്യങ്ങളെ, നെഗറ്റീവായ സിറ്റുവേഷൻസിനെ എല്ലാം ഹീലാക്കി കളഞ്ഞിട്ട് ഒരു വീണ്ടെടുക്കലിന് തയ്യാറാകൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ രോഗം, ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്ന വ്യക്തികളാണെങ്കിൽ ആ ഒരു കാലഘട്ടമൊക്കെ നിങ്ങളിൽ നിന്നും അവസാനിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്ത്, ഒരു ചേഞ്ചിങ് വരുന്നു. മുന്നോട്ടേക്കൊരു ഊർജ്ജസ്വലമായ ഒരു ഭാവി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നെന്നാണ് കാണുന്നത്. ഗെറ്റ് മോർ ഇൻഫർമേഷൻ എന്നാണ് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ നേടുക എന്നാണ് പറയുന്നത്. മുന്നോട്ടേക്കുള്ള നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. ആ ഒരു കാര്യങ്ങളിലേക്കൊക്കെ തിരിഞ്ഞ് നോക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മാറ്റത്തിന് തയ്യാറാവുക. കൂടുതൽ ശരിയായ രീതിയിൽ ഇൻഫർമേഷൻസുകൾ ഫോളോ ചെയ്യുക എന്നാണ് നമുക്ക് യൂണിവേഴ്സ് ഏഞ്ചൽസ് നൽകുന്ന മെസ്സേജ്. അതുപോലെ പ്രിയപ്പെട്ടവരുമായിട്ട് നിങ്ങൾക്ക് ആരോടെങ്കിലുമൊക്കെ നല്ലൊരു ഗൈഡൻസ് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഗൈഡൻസിന് വേണ്ടി നിങ്ങളുടെ വിശ്വസ്തരായ സുഹൃത്തുക്കളെയോ കുടുംബാംഗങ്ങളെയോ ഒക്കെ സമീപിക്കുക എന്നാണ് നമുക്ക് യൂണിവേഴ്സ് നൽകുന്ന ഒരു ഗൈഡൻസ്. അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യം അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടാറോ റീഡറിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.